ബാങ്ക് എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഗേറ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇൻഇക്വാളിറ്റി സിംബൽസ് ആയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സിംബൽസിനെ ഒരു ഗേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഗ്രേറ്റർ ദാൻ എന്ന സിംബലില് ഇതാണ് ഗേറ്റിന്റെ ഓപ്പൺ സൈഡ് എന്ന് പറയുന്നത്, ഇതാണ് ഗേറ്റിന്റെ ക്ലോസ്ഡ് സൈഡ്. അതായത് ഓപ്പൺ സൈഡിലൂടെ അകത്ത് കടക്കാം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ദാറ്റ് മീൻസ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എക്ക് എവിടെ പോകാം, ബി യുടെ അടുക്കൽ പോകാം, പക്ഷെ ബിക്ക് എ യുടെ അടുക്ക വരാൻ പറ്റില്ല. അതേപോലെ തന്നെ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ബിക്ക് എ യുടെ അടുക്ക വരാം, എക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എക്ക് അങ്ങോട്ടും വരാം, ബിക്ക് ഇങ്ങോട്ടും പോകാം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇക്ക് പി യുടെ അടുക്ക പോകാം, പക്ഷെ ഇവിടെ ഒരു വരയുണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ആ വരയെ നമ്മൾ ഒരു പേരിട്ടാണ് വിളിക്കുന്നത് ലോക്ക്. അതായത് ലോക്ക് ഉള്ള ഗേറ്റും ലോക്ക് ഇല്ലാത്ത ഗേറ്റും. ലോക്ക് ഉള്ള കൺക്ലൂഷൻ ആണെങ്കിൽ ഈ കൺക്ലൂഷൻ ട്രൂ ആകണം എന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം, ലോക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പോകാൻ പറ്റണം, പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്തില് ഇക്ക് ബി യുടെ അടുക്ക വരാം, അവിടെ ലോക്ക് ഉണ്ട്. അതിനുശേഷം ബി എക്സിന്റെ അടുക്ക വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. എക്സിന്റെ അടുക്കൽ നിന്ന് പി യുടെ അടുക്ക വന്നു, അവിടെയും ലോക്ക് ഉണ്ട്. ഈക്വൽ ടുവിന്റെ ഒരു വരയും നമ്മൾ ലോക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് ട്രൂ ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ കൺക്ലൂഷനിലേക്ക് കടക്കാം. എസിനാണ് ഇവിടെ എവിടെ പോകേണ്ടത്, എക്സിന്റെ അടുക്ക പോകേണ്ടത്. ഇവിടെ ലോക്ക് ഇല്ല. ലോക്ക് ഇല്ലാത്ത കൺക്ലൂഷൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് കാണരുതെന്ന് മാത്രമാണ് ഡിമാൻഡ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എസ് ഡിയുടെ അടുക്ക വന്നു, അവിടെ ലോക്ക് ഉണ്ട്. ഡിയിൽ നിന്ന് പിയിലേക്ക് വന്നപ്പോൾ ലോക്ക് ഇല്ല, അവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ പിയിൽ നിന്ന് എക്സിലേക്ക് വന്നു, കൺക്ലൂഷൻ ട്രൂ ആണ്.